ടി എസ് ഹരികൃഷ്ണ കൂടിയുണ്ട് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന്. ഹരി, ഇന്റർനാഷണൽ മത്സരങ്ങളുടെ നമ്മുടെ വേദിയാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം. ഇപ്പോൾ വനിതാ ലോകകപ്പ് ഉൾപ്പെടെ അവിടേക്ക് എത്താൻ പോകുന്നതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷേ വളരെ പ്രധാനം, സഞ്ജു ടീമിലുണ്ട്. അതെ, വലിയ സന്തോഷമുണ്ട്. ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ വലിയ സന്തോഷമുണ്ട്. സഞ്ജു സാംസൺ വീണ്ടും ഏഷ്യ കപ്പ് ഇന്ത്യയുടെ സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നു. അതായത് സഞ്ജു സാംസൺ ഈ ഗ്രൗണ്ടിൽ മറ്റന്നാൾ കളിക്കാനിരിക്കുകയാണ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ മത്സരം ആദ്യ ദിവസം തന്നെയുണ്ട്. രാത്രി 7:30 കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ട്രിവാൻഡ്രം റോയൽസും തമ്മിലുള്ള മത്സരം കാര്യവട്ടത്തെ സ്പോർട്സ് ഹബിൽ നടക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സന്തോഷ വാർത്ത വരുന്നത്, സഞ്ജു സാംസൺ ഏഷ്യ കപ്പ് കളിക്കുന്ന ഇന്ത്യൻ ടീമിൽ ഇടം നേടി എന്നുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ആരാധകർ നിരാശരാകേണ്ട, കാരണം ഇവിടെ കളിക്കാതെ സഞ്ജു സാംസൺ പോകുമെന്ന് വിചാരിക്കരുത്. കാരണം ആദ്യത്തെ മത്സരങ്ങളിൽ, കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ആദ്യത്തെ മത്സരങ്ങളിൽ ടീമിനൊപ്പം സഞ്ജു ഉണ്ടാവും, സഞ്ജു മത്സരിക്കും എന്നുള്ള കാര്യം KCയിൽ നിന്ന് നമ്മൾ ചോദിച്ചറിഞ്ഞു. ഇപ്പോൾ ഏഷ്യ കപ്പിന്റെ ഷെഡ്യൂൾ അനുസരിച്ചാണെങ്കിൽ സെപ്റ്റംബർ 8 മുതൽ 28 വരെയല്ലേ UAE മത്സരം നടക്കുക. അപ്പോൾ അതിന് മുന്നോടിയായി സഞ്ജുവിന് പോകേണ്ടി വരില്ലേ? പോകേണ്ടി വരും. ഓഗസ്റ്റ് 21 നമ്മുടെ KCL മത്സരങ്ങൾ ആരംഭിക്കും. സഞ്ജു സാംസൺ ഓഗസ്റ്റ് 21 നടക്കുന്ന മത്സരത്തിൽ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് 2-3 മത്സരങ്ങളിലും കൂടി സഞ്ജു കളിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് തന്നെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഇന്ത്യൻ ക്യാമ്പിലേക്ക് പോകേണ്ട സമയമാകുമ്പോൾ UAEയിലാണ് ഏഷ്യ കപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ടീമിനൊപ്പം ചേർന്ന് ക്യാമ്പിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിൽ മാത്രം, അങ്ങനെ വരുന്ന ആ ഒരു ദിവസം BCCI ബോർഡിൽ നിന്ന് അറിയിക്കുന്ന സമയത്ത് സഞ്ജു സാംസൺ ടീമിനൊപ്പം ചേർന്ന് പോവുകയും ചെയ്യും. എന്നാലും തുടക്കത്തിലെ മത്സര ദിവസങ്ങളിൽ കൊച്ചിയുടെ മത്സരങ്ങൾക്കൊപ്പം സഞ്ജു സാംസൺ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. TS ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സഞ്ജു ടീമിലേക്ക് എത്തുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനമാകുന്നത്. അതേസമയം തന്നെ ഏഷ്യ കപ്പ് ടീമിൻ്റെ ഘടന അത് വളരെ പ്രധാനമാണ്. പ്രതിഭാ ധാരാളിത്തം എന്ന് പറയാൻ കഴിയുന്ന അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ ക്രിക്കറ്റ് മേഖല എത്തിയിരിക്കുന്നു, നമ്മുടെ ടീം എത്തിയിരിക്കുന്നു. നമ്മുടെ പാറ്റേൺ അനുസരിച്ച് എവിടെ എന്ത് പാറ്റേൺ വേണം എന്നതിനനുസരിച്ച്, കളിയുടെ സാഹചര്യത്തിന് അനുസരിച്ച് ടീമിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ പ്രതിഭാധനരായ ഒട്ടേറെ കളിക്കാർ ഉണ്ട് എന്നത് വളരെ പ്രധാനമാണ്. ശുഭാൻ ഗിൽ വൈസ് ക്യാപ്റ്റനായി ഈ ഏഷ്യ കപ്പ് പരമ്പരയിൽ ഉണ്ടാകും. സൂര്യകുമാർ യാദവാണ് ടീമിനെ നയിക്കുക. ഒപ്പം സഞ്ജു വി സാംസൺ കൂടി ടീമിൻ്റെ ഭാഗമാകുന്നു എന്നാണ് വളരെ പ്രധാനം. ഹരി, ഈ സഞ്ജുവിൻ്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നാണ് ഇപ്പോൾ വലിയ പ്രകടനം ഉണ്ടാകണമെന്ന ആകാംക്ഷയും ആത്മവിശ്വാസവും ഒക്കെ അദ്ദേഹത്തിന് മേൽ ചൊരിയലാണ് എപ്പോഴും. അദ്ദേഹത്തെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ, അതല്ല ടീമിൽ കളിക്കുന്ന ഘട്ടത്തിലാണെങ്കിൽ സഞ്ജുവിന് മേൽ എപ്പോഴും വലിയ തോതിലുള്ള ആരാധകരുടെ ഒരു പ്രഷർ ഉണ്ടാകാറുണ്ട്. ആരാധകരുടെ വലിയ സന്തോഷമാണ് സഞ്ജു എന്നത്. ഇന്ത്യയിൽ ഒരുപക്ഷെ ഇത്രയും ആരാധക പിന്തുണ ലഭിക്കുന്ന കളിക്കാരുടെ എണ്ണവും വളരെ കുറവാണ്. ഏഷ്യ കപ്പ് എത്രത്തോളം വലിയ സാധ്യതകളാണ് ലോകകപ്പിലേക്ക് ഉൾപ്പെടെ സഞ്ജുവിന് മുന്നിൽ തുറന്നിടുന്നത്? സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളം ഏഷ്യ കപ്പ് വലിയൊരു അവസരമാണ്, മറ്റൊരു ചാൻസ് കൂടിയാണ്. അതായത് അത് പറയാൻ കാരണം, ഈ ടീം പ്രഖ്യാപനം, അജിത് അഗാർക്കർ ടീം പ്രഖ്യാപിക്കുമ്പോൾ തോന്നിയ 2-3 കാര്യങ്ങൾ, എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ ടീം പ്രഖ്യാപനത്തിൽ ശുഭ്മാൻ ഗില്ലായിരുന്നു സഞ്ജുവിനൊരു വെല്ലുവിളിയായി ഉണ്ടായിരുന്നത്. ശുഭ്മാൻ ഗിൽ ഒരുപക്ഷെ ഇടം പിടിക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ ഓപ്പണറായി, നമുക്കറിയാം കഴിഞ്ഞ ബംഗ്ലാദേശ് പര്യടനത്തിലും സൗത്ത് ആഫ്രിക്ക പര്യടനത്തിലുമൊക്കെ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം T20 ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് സഞ്ജു സാംസൺ ആണ്. നല്ല പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തു. പക്ഷേ IPL പരിക്ക് മൂലം എല്ലാ മത്സരങ്ങളും സഞ്ജു സാംസണ് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ ടീം പ്രഖ്യാപിക്കുമ്പോൾ ശുഭ്മാൻ ഗില്ല് മടങ്ങി വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക ശുഭ്മാൻ ഗില്ലായിരിക്കും. ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും കൂടെ ആയിരിക്കും ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം ഗില്ലൊരു ഓപ്പണറാണ്. മാത്രമല്ല ഗില്ലിന്റെ മടങ്ങി വരവ് T20 വൈസ് ക്യാപ്റ്റൻ ആയിട്ട് കൂടിയാണ്. നേരത്തെ തന്നെ ഗില്ലിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന് ഗൗതം ഗംഭീർ ഉൾപ്പെടെ, പരിശീലകൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം 3 ഫോർമാറ്റിലും ഒരു ക്യാപ്റ്റൻ എന്നുള്ള ഒരു ഒറ്റ നിമിഷം ഹരി.